സോ ഒ പി പോയ്സണിങ് എന്ന് പറഞ്ഞാൽ ഒരു പേഷ്യൻ്റ് കാഷ്വാലിറ്റിയിൽ വരാം ഒ പി പോയ്സണിങ്ങുമായിട്ട്. അതായത് പേഷ്യൻ്റ് ഈ ഇൻസെക്ടിസൈഡ് അങ്ങനെ എടുത്തു. അപ്പോൾ പേഷ്യൻറ്റിനെ കുറച്ച് ക്ലിനിക്കൽ ഫീച്ചേഴ്സായിട്ട് പ്രസൻറ്റ് ചെയ്യും. ഇനി ആദ്യം എങ്ങനെയാണ് ഇതിൻ്റെ മെക്കാനിസം ഓഫ് ടോക്സിസിറ്റി എന്ന് അറിയണം. ഈ ഒ പി പോയ്സൺ എന്ന് പറയുന്നത് ഇവർ ആക്ച്വലി നമ്മളെ സ്കിന്ന് കൺജങ്ക്ടൈവ, അതായത് ദേ ആർ റെഡിലി അബ്സോർബ് ത്രൂ ദി സ്കിൻ, കൺജങ്ക്ടൈവ, അതുപോലെ തന്നെ ഓറൽ മ്യൂക്കോസ, റെസ്പിറേറ്ററി ട്രാക്ട്, GI ട്രാക്ട്. അപ്പം ഈ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ, അതായത് ഓർഗാനോഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അസിറ്റൈൽ കോളിനെസ്റ്ററേസ് ഉണ്ട്, അതിനെ പോയി ഇൻഹിബിറ്റ് ചെയ്യും. അസിറ്റൈൽ കോളിനെസ്റ്ററേസ് ഇൻഹിബിറ്ററാണ്. അപ്പം നോർമലി നമ്മുടെ ഈ അസിറ്റൈൽ കോളിനെ ബ്രേക്ക് ചെയ്യും. അപ്പോൾ ഒ പി പോയ്സണിങ്ങിൽ എന്താ സംഭവിക്കുന്നത്? ഓർഗാനോഫോസ്ഫറസ് അത് പോയി എൻസൈമിനെ ബൈൻഡ് ചെയ്യും, എന്നിട്ട് അതൊരു കോംപ്ലക്സ് ഫോം ചെയ്യും. അപ്പോൾ ഈ എൻസൈം എന്താവും? ഇനാക്ടിവേഷൻ ഉണ്ടാവും. അപ്പം ഈ അസിറ്റൈൽ കോളിൻ അക്യൂമുലേറ്റ് ചെയ്യും. ഇതാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ അസിറ്റൈൽ കോളിൻ കൂടിക്കിടന്നാൽ അവിടെ അതിൻ്റെ റിസെപ്റ്ററിൽ ബൈൻഡ് ചെയ്ത് ടോക്സിസിറ്റി ഡെവലപ്പ് ചെയ്യും. അതായത് മസ്കാരിനിക്കും നിക്കോട്ടിനിക് മാനിഫെസ്റ്റേഷൻസ് ആണ് കാണാം. ഇനീഷ്യലി എന്തായിരിക്കും? ഈ ഒരു ബൈൻഡിങ് റിവേഴ്സിബിൾ ആയിരിക്കും ഈ എൻസൈമുമായിട്ട്. ആൻഡ് നമുക്ക് പക്ഷേ കുറച്ച് ടൈം കഴിഞ്ഞാൽ ഏജിങ് നടക്കും. ഏജിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഓർഗാനോഫോസ്ഫറസ് ഡി ആൽക്കൈലേഷൻ, അതായത് ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് കളഞ്ഞാൽ അത് ഏജിങ് ആവും. അപ്പം പിന്നെ ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ബൈൻഡിങ് ആണ്. അപ്പോൾ റിവേഴ്സിബിൾ ആകുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ആ എൻസൈമിനെ റിയാക്ടിവേറ്റ് ചെയ്യാം ബൈ ഹൈഡ്രോളിസിസ്. ഈ ഓർഗാനോഫോസ്ഫറസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഇൻസെക്ടിസൈഡ് ഇല്ലേ, അത് ഡൈമീഥൈൽ കോമ്പൗണ്ടുണ്ട്, ഡൈഈഥൈൽ കോമ്പൗണ്ടുണ്ട്. അപ്പം ഡൈമീഥൈൽ കോമ്പൗണ്ട് ആണെങ്കിൽ പെട്ടെന്ന് ഏജ് ആവും ഡൈഥൈൽ കോമ്പൗണ്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ. ഇനി പേഷ്യൻറ്റിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. അപ്പം പേഷ്യൻറ്റിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ 3 ഫേസാണ്. അതിൽ ആദ്യത്തെ ഫേസാണ് അക്യൂട്ട് കോളിനർജിക് ഫേസ്, അതായത് വിത്തിൻ മിനിറ്റ്സ് അപ് ടു ഒരു ലാസ്റ്റ് ചെയ്യുന്ന 1 to 3 days ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഫേസാണ് അക്യൂട്ട് കോളിനർജിക് ഫേസ്. സോ ഇതിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര സെക്രീഷൻ്റെ സിംറ്റംസ് ഉണ്ടാവുക. അതായത് സെലൈവേഷൻ ഉണ്ടാവും, ലാക്രിമേഷൻ ഉണ്ടാവും, യൂറിനേഷൻ ഉണ്ടാവും, ഡിഫിക്കേഷൻ ഉണ്ടാവും, പിന്നെ GITയിൽ ക്രാംസ് വരും, എമിസിസ്, വൊമിറ്റ് ചെയ്യും. പിന്നെ അസിറ്റൈൽ കോളിൻ കൂടിക്കിടക്കല്ലേ, അപ്പം ബ്രാഡിക്കാർഡിയ ഉണ്ടാവാം. പിന്നെ ബ്രോൺകിയൽ സെക്രീഷൻസൊക്കെ ഭയങ്കരമായിട്ട് കൂടും, ബ്രോൺകോസ്പാസം വരും. പിന്നെ നമ്മളെ പ്യൂപ്പിലാണെങ്കിൽ പ്യൂപ്പിൽ കൺസ്ട്രിക്റ്റ് ചെയ്യും, ദാറ്റ് ഈസ് മയോസിസ് ഉണ്ടാവും. ഈ CNS മാനിഫെസ്റ്റേഷൻസ്, ഡെലീറിയം, സൈക്കോസിസ് ഒക്കെ ഉണ്ടാവും. മസിൽസിലാണെങ്കിൽ അതായത് നിക്കോട്ടിക് എഫക്റ്റ് ആയിട്ട് എന്തൊക്കെ വരാം? ഫെസിക്കുലേഷൻസ് വരാം, മസിൽ വീക്ക്നെസ് വരാം. പിന്നെ ഈ ബ്രാഡി 80% ബ്രാഡിക്കാർഡിയ കാണുന്നത്, പക്ഷേ ഈ നിക്കോട്ടിനിക് എഫക്റ്റ് കാരണം ഒരു 20% ആൾക്കാർക്ക് ടാക്കിക്കാർഡിയ കാണാം. ഇനി എന്താണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് കോമയിലേക്ക് പോവാം, സീജർ വരാം, അപസ്മാരം വരാം, റെസ്പിറേറ്ററി ഫെയിലിയർ വരാം, പിന്നെ ചില അറിത്മിയാസൊക്കെ വരാം. അറിത്മിയാസ് എന്ന് പറഞ്ഞാൽ AV ബ്ലോക്ക് വരാം, QT പ്രൊലോങ്ങേഷൻ വരാം, ടോർസാഡിസ് ഡീപോയിൻറ്റിസ് ഇതൊക്കെ വരാം. സോ അടുത്തതാണ് ഇൻ്റർമീഡിയറ്റ് സിൻഡ്രോം. എല്ലാവരും കാണുന്നില്ല, ഒരു 20% ആയിട്ടുള്ള ആ കേസസിൽ മാത്രമേ കാണുന്നുള്ളൂ. സോ ഇത് ഡെവലപ്പ് ചെയ്യുക അക്യൂട്ട് ഫേസ് കഴിഞ്ഞിട്ടാണ്. യൂഷ്വലി ഒരു 1 to 4 days, ഇപ്പോൾ എക്സ്പോഷർ കഴിഞ്ഞ് ഒരു 1 to 4 days കഴിഞ്ഞിട്ട്. ഇതെങ്ങനെ ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ ഈ ലിപ്പിഡ് സോലുബിൾ ആയിട്ടുള്ള ഓർഗാനോഫോസ്ഫറസ് ബ്ലഡിലേക്ക് വീണ്ടും റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വരും അങ്ങനെ. അപ്പം എന്താ സംഭവിക്കുക? നമ്മൾ ന്യൂറോ മസ്കുലർ ജംഗ്ഷനിലെ റിസപ്റ്റർ ഇല്ലേ, അവിടെ ഡിസ്ഫങ്ഷൻ വരും. അപ്പോൾ ഉണ്ടാകാൻ പോകുന്നത് ന്യൂറോളജിക്കൽ മാനിഫെസ്റ്റേഷൻസ് ആയിരിക്കും. ന്യൂറോളജിക്കൽ മാനിഫെസ്റ്റേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ നെക്ക് ഫ്ലെക്സ് ചെയ്യുന്നത് വീക്ക്നെസ് വരും. പിന്നെ നമ്മളെ ഡീപ് ടെൻഡൻ റിഫ്ലക്സസ് ഇല്ലേ, അത് കുറവായിരിക്കും. ക്രീനിയൽ നെർവസിലൊക്കെ അബ്നോർമാലിറ്റീസ് വരും. നമ്മളെ പ്രോക്സിമൽ മസിൽസൊക്കെ വീക്കാവും. ആൻഡ് റെസ്പിറേറ്ററി ഫെയിലറും ഡെവലപ്പ് ചെയ്യും. സോ ഇതാണ് സെക്കൻഡ് ഫേസ്, ദാറ്റ് ഈസ് ഇൻ്റർമീഡിയറ്റ് സിൻഡ്രോം. തേർഡ് വണ്ണാണ് ഒരു ഡിലേയ്ഡ് പോളിന്യൂറോപ്പതി. സോ ഡിലേയ്ഡ് പോളിന്യൂറോപ്പതി ഡെവലപ്പ് ചെയ്യുന്നത് ഈ എക്സ്പോഷർ കഴിഞ്ഞ് ഒരു 2 to 3 വീക്ക് കഴിഞ്ഞാലാണ് ഡിലേയ്ഡ് പോളിന്യൂറോപ്പതി ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം ഇതിനെ വിളിക്കുന്ന പേര് ഓർഗാനോഫോസ്ഫറസ് ഇൻഡ്യൂസ്ഡ് ഡിലേയ്ഡ് പോളിന്യൂറോപ്പതി എന്നാണ്. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ കോമ്പൗണ്ട് ഇല്ലേ, OP എന്ന് പറയുന്ന കോമ്പൗണ്ട്, അത് എന്തിനെ പോയി ഇൻഹിബിറ്റ് ചെയ്യും? അസിറ്റൈൽ കോളിനെസ്റ്ററേസ് എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യും.
അപ്പോൾ ഇത് എഫക്റ്റഡ് ആകുന്ന എൻസൈം എന്ന് പറയുന്നത് നമ്മൾ ട്രൂ കോളിനെസ്റ്റേറേസ് എൻസൈമും എഫക്റ്റഡ് ആവും, സ്യൂഡോ കോളിനെസ്റ്റേറേസ് എൻസൈമും എഫക്റ്റഡ് ആവും. ട്രൂ എൻസൈം എവിടെ ഉണ്ടാകുന്നത് RBCയിലാണ്, സ്യൂഡോ എൻസൈം എവിടെ ഉണ്ടാകുന്നത് പ്ലാസ്മയിലാണ്. അപ്പം അതായത് ന്യൂറോപ്പതി ടാർഗറ്റ് എസ്റ്റേറേസ് ഈ എൻസൈമിനാണ് എഫക്റ്റഡ് ആകുന്നത്, ന്യൂറോപ്പതി ടാർഗറ്റ് എസ്റ്റേറേസ്. അപ്പോൾ എന്ത് മാനിഫെസ്റ്റേഷൻസാണ് പേഷ്യൻറ്റിന് പ്രസൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ, പേഷ്യൻ്റ് പ്രിഡോമിനൻ്റ്ലി ഒരു 2 to 3 വീക്ക് കഴിഞ്ഞിട്ട്, അത് ഈ പോയ്സൺ എടുത്തിട്ട് ഒരു 2 to 3 വീക്ക് കഴിഞ്ഞിട്ട് ഒരു പ്രിഡോമിനൻ്റ്ലി ന്യൂറോളജിക്കൽ മാനിഫെസ്റ്റേഷൻസ് ആണ്. അതായത് ഒരു സിമെട്രിക്കൽ പോളിന്യൂറോപ്പതി, അത് പ്രിഫറൻഷ്യലി എഫക്റ്റ് ചെയ്യുന്നത് നമ്മളെ ഈ ലോങ് മൈലിനേറ്റഡ് ന്യൂറോൺസിൽ, എസ്പെഷ്യലി ദ ലോവർ ലിംബ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഉണ്ടാകാൻ പോകുന്നത് നമ്മളെ ലോവർ ലിംബിൽ ഒരു ഫ്ലാസിഡ് പാരാലിസിസ് ഉണ്ടാവും, പിന്നെ അത് അപ്പർ ലിംബിനെ എഫക്റ്റ് ചെയ്യാം, പിന്നെ ഫുഡ് ഡ്രോപ്പ് ഉണ്ടാവും, റിസ്റ്റ് ഡ്രോപ്പ് ഉണ്ടാവും, ഇതൊക്കെ ഡെവലപ്പ് ചെയ്യും. ഇനി ഇങ്ങനെ വരുന്ന ഒരു പേഷ്യൻറ്റിനെ നമ്മൾ ഇപ്പോൾ ഡയഗ്നോസ് ചെയ്യണമല്ലോ. ഇപ്പോൾ പേഷ്യൻറ്റിൻ്റെ ഫസ്റ്റ് പ്രസൻറ്റേഷനിൽ ഡയഗ്നോസ് ചെയ്യാൻ ക്ലിനിക്കൽ പ്രസൻറ്റേഷനിൽ നമുക്കൊരു ഗാർലിക് ലൈക്ക് ഓർഡർ, അതായത് പഞ്ചൻറ്റ് ഗാർലിക് ലൈക്ക് ഓർഡർ കിട്ടും, അല്ലെങ്കിൽ ഒരു കെറോസിൻ ലൈക്ക് സ്മെല്ലുണ്ടാവും. ഇതാണ് ക്ലിനിക്കൽ പ്രസൻറ്റേഷനിൽ. അടുത്തത് നമുക്ക് ഈ ഡയഗ്നോസിസിൽ വരുന്നതാണ് ടോക്സിക്കോളജിക്കൽ അനാലിസിസ്. അതായത് നമ്മൾ കളക്ട് ചെയ്ത ബ്ലഡ് സാമ്പിൾ, ഗ്യാസ്ട്രിക് സെക്രീഷൻസ്, യൂറിൻ സാമ്പിൾ, ഇതൊക്കെ നമുക്ക് അയക്കാം ടോക്സിക്കോളജിക്കൽ അനാലിസിസിന് വേണ്ടിയിട്ട്. പിന്നെ RBC, നമ്മളെ ട്രൂ അസിറ്റൈൽ കോളിനെസ്റ്റേറേസും സ്യൂഡോ അസിറ്റൈൽ കോളിനെസ്റ്റേറേസും ഇതിൻ്റെ ലെവൽ നമുക്ക് മെഷർ ചെയ്യാം. രണ്ടും കുറവായിരിക്കും, കാരണം ഇതിനോട് ബൈൻഡ് ചെയ്തിട്ടുണ്ടാവും. ഇനി അടുത്ത് എങ്ങനെ മാനേജ് ചെയ്യാം. സോ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ സെറ്റാണ് നോക്കാം. പിന്നെ ഓക്സിജൻ കൊടുക്കേണ്ടി വരും, കാരണം ഈ പേഷ്യൻറ്റിന് റെസ്പിറേറ്ററി ഫെയിലർ വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ IV ആക്സസ് ഒബ്റ്റെയിൻ ചെയ്യുക, എന്നിട്ട് ബ്ലഡ് റുട്ടീൻസിന് ബ്ലഡ് എടുക്കാം, ബ്ലഡ് റുട്ടീൻസിന് LFT, RFT, സീറം ഇലക്ട്രോലൈറ്റ്സ്, ഇതിനൊക്കെ. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സർഫസ് ഡീകൺടാമിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ക്ലോത്തിങ്, ഇപ്പോൾ പേഷ്യൻറ്റ് വോമിറ്റ് ചെയ്തിട്ടുണ്ടാവും, ആ ക്ലോസിലൊക്കെ ആയിട്ടുണ്ടാവും, സ്കിന്ന് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്യുക സോപ്പും വാട്ടറും, കാരണം ഇത് സ്കിന്നിലൂടെ അബ്സോർപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ സർഫസ് ഡീകൺടാമിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അടുത്താണ് GI ഡീകൺടാമിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്യാസ്ട്രിക് ലെവേജ് ചെയ്യാം. ഒരു വിത്തിൻ 1 to 2 ഹവറിലാണെങ്കിൽ നമുക്ക് ഗ്യാസ്ട്രിക് ലെവേജ് ചെയ്യാം. പിന്നെ ഈ ആക്ടിവേറ്റഡ് ചാർക്കോൾ അഡ്മിനിസ്റ്റർ ചെയ്യാം. അത് 1 gram per kg കൊടുക്കാം. മാക്സിമം നമുക്ക് 50 gram കൊടുക്കാൻ പറ്റും. ഒരിക്കലും എമിസിസ്, അതായത് ഛർദ്ദിപ്പിക്കാൻ നോക്കരുത്, അതായത് ഇൻഡക്ഷൻ ഓഫ് ഒരിക്കലും ചെയ്യരുത്, കാരണം അത് ചിലപ്പോൾ ആസ്പിറേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇതിൻ്റെ ആൻറ്റിഡോട്ട് എന്ന് പറയുന്നത് അട്രോപ്പിനാണ് ഇതിൻ്റെ ആൻറ്റിഡോട്ട്. അപ്പോൾ അട്രോപ്പിൻ എന്ന് പറയുന്നത് നമ്മളെ മസ്കാരിനിക് എഫക്റ്റ്, അതായത് നമ്മളെ മസ്കാരിനിക് റിസപ്റ്ററിൽ പോയി ബൈൻഡ് ചെയ്യും. അപ്പം അത് കൗണ്ടറാക്ട് ചെയ്യും. അപ്പം ഈ അസിറ്റൈൽ കോളിൻ അവിടെ വന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നിക്കോട്ടിനിക് റിസപ്റ്ററായിട്ട് യാതൊരു എഫക്റ്റും ഇല്ല. അപ്പോൾ അട്രോപ്പിനൈസേഷൻ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്, അതായത് നമുക്ക് അട്രോപ്പിൻ അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് വയലുണ്ട്, ആംബ്യൂളിലുണ്ട്. ഇപ്പോൾ ഒരു വയൽ എടുക്കുകയാണെങ്കിൽ അത് 1 mg/ml ആയിരിക്കും, 1 mg/ml. എന്നാൽ അതൊരു ആംബ്യൂളിലാണെങ്കിൽ അത് 0.6 mg/ml ആണ്. ഫോർ എക്സാമ്പിൾ ആംബ്യൂളിലാണെങ്കിൽ 3 ആംബ്യൂൾ പൊട്ടിച്ച് കൊടുക്കുക, അതായത് 3 ആംബ്യൂൾ എന്ന് പറഞ്ഞാൽ എത്ര, 1 ml 0.6 mg, 3 ആംബ്യൂളിട്ട് 1.8 mg IV ബോലസ് ആയിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് കൂടുന്ന സമയത്ത് ഞാൻ ഡോസ് ഡബിൾ ചെയ്യാം, അൺടിൽ എപ്പം വരെ അട്രോപ്പിനൈസേഷൻ അച്ചീവ് ചെയ്യുന്നവരെ. എന്നിട്ട് ഞാൻ വൈറ്റൽസ് ഞാൻ ക്ലോസ്ലി മോണിറ്റർ ചെയ്യണം. അപ്പം എന്താണ് ഈ അട്രോപ്പിനൈസേഷൻ ടാർഗറ്റ്, നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുക ഈ അട്രോപ്പിനൈസേഷൻ എത്തി എന്നുള്ളത്? അതിന് നമ്മൾ ചെസ്റ്റ് ക്ലിയർ ആണോ നോക്കുക, ഓസ്കൾട്ടേറ്റ് ചെയ്തിട്ട് വീസൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്താം. കാരണം ഈ OP പോയ്സണിങ്ങിൽ ഭയങ്കര ബ്രോൺകിയൽ സെക്രീഷൻസ് ഒക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ചെസ്റ്റ് നമ്മൾ ഓസ്കൾട്ടേറ്റ് ചെയ്യാം. ആക്സിൽ നമ്മൾ നോക്കുക ഡ്രൈ ആണോ നോക്കുക. പിന്നെ ഹാർട്ട് റേറ്റ്, ഇതാണ് അട്രോപ്പിനൈസേഷൻ ആയിരുന്നു. ഹാർട്ട് റേറ്റ് നോക്കുമ്പം 80ക്ക് മുകളിലായിരിക്കണം, 80 ബീറ്റ് വരുന്നത്. പ്യൂപ്പിൽ നോക്കുക, പ്യൂപ്പിൽ പിൻ പോയിൻറ്റ് പ്യൂപ്പിലല്ല. അല്ലെങ്കിൽ സിസ്റ്റോളിക് BP നോക്കുക, അത് 90ക്ക് മുകളിലാണ്. സോ ഇതാണ് അട്രോപ്പിനൈസേഷൻ എത്തി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ ഈ അട്രോപ്പിനെ ഇതിന് തന്നെ ആക്ച്വലി സൈക്കോസിസ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇനി അട്രോപ്പിനൈസേഷൻ്റെ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ അട്രോപ്പിനൈസേഷൻ അച്ചീവ് ചെയ്തു, പക്ഷേ നമ്മൾ ഈ ഇൻഫ്യൂഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. എത്ര ഡോസിലെന്നറിയോ? നമ്മൾ അട്രോപ്പിനൈസേഷൻ ഇപ്പോൾ എക്സാമ്പിൾ ഒരു 100 mg ഒരു ഡോസ് എത്തി എന്നൊക്കെ, 100 mg, അതിൻ്റെ 10% എവറി ഹവർ. അതായത്
ഇക്വാലൻ ടു 10% ഓഫ് ടോട്ടൽ അട്രോപ്പിനൈസേഷൻ ഡോസ് എവറി ഹവർ, അതാണ് പറയുന്നത്. എന്നിട്ട് നമ്മൾ മെല്ലെ ടേപ്പർ ചെയ്യുക. ഒരു 2 to 5 ഡേയ്സിൽ നമ്മൾ ഡ്രഗ് സ്റ്റോപ്പ് ചെയ്യുക, ക്ലിനിക്കൽ റെസ്പോൺസ് നോക്കിയിട്ട്. അപ്പോൾ അട്രോപ്പിന് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു ഇതാണ് ഗ്ലൈക്കോപൈറലേറ്റ്. ഗ്ലൈക്കോപൈറലേറ്റ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്യൂല, അതുകൊണ്ട് CNS സൈഡ് എഫക്റ്റ് ഇല്ല. അപ്പം ഇപ്പോൾ നമ്മൾ അട്രോപ്പിൻ ഫസ്റ്റ് കൊടുത്തു, അപ്പോൾ പേഷ്യൻറ്റിന് കുറച്ചൊരു സൈക്കോസിസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അട്രോപ്പിൻ്റെ ഡോസ് കുറച്ചിട്ട് നമുക്ക് ഗ്ലൈക്കോപൈറലേറ്റ് ആഡ് ചെയ്യാം. അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. ഇനി ഇതിൻ്റെ ഓക്സൈംസ് അല്ലേ, നമ്മൾ പറഞ്ഞ കേട്ടിട്ട്, അതായത് OP പോയ്സണിങ്ങിൽ ഓക്സൈംസ് കൊടുക്കും, അതായത് പ്രാലിഡോക്സൈം, ഓബിഡോക്സൈം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കോളിനെസ്റ്റേറേസ് റീആക്ടിവേറ്റ് ചെയ്യുന്ന ഏജൻറ്റുകളാണ്. അപ്പം ഇതിന് കൗണ്ടറാക്ട് ചെയ്യാൻ പറ്റും ബോത്ത് മസ്കാരിനിക്കും നിക്കോട്ടിനിക് എഫക്റ്റും. അപ്പോൾ ഇതിൻ്റെ ഡോസ് എന്ന് പറഞ്ഞാൽ അത് 30 mg/kg ആണ്. മാക്സിമം നമുക്ക് 2 gram വരെ കൊടുക്കാം. IV സ്ലോലി ഓവർ 30 minutes, എന്നിട്ട് ഫോളോഡ് ബൈ ഇൻഫ്യൂഷൻ നമ്മൾ 8 കൊടുക്കും, 8 mg/kg/ഹവറിൽ. ഇത് എപ്പം വരെ കണ്ടിന്യൂ ചെയ്യും? അട്രോപ്പിൻ കൊടുക്കുന്ന അതേ സമയം നമ്മൾ കണ്ടിന്യൂ ചെയ്യും, ഒരു 2 to 5 days കൊടുക്കും. ഏജിങ്, അതായത് എൻസൈമിന് ഏജിങ് അപ്പിയർ ചെയ്യുന്നതിന് മുന്നേ നമ്മളിത് കൊടുക്കണം. പിന്നെ നമുക്ക് മാക്സൾഫൊക്കെ ട്രൈ ചെയ്യാം. ഇനി ഈ OP പോയ്സണിങ്ങിൻ്റെ കോമ്പൗണ്ട് ഏതൊക്കെയാണെന്ന് അറിയണമെങ്കിൽ, ഇപ്പം ഇൻസെക്ടിസൈഡുകളുണ്ട്, നെർവേജൻസ് ഉണ്ട്. നെർവേജൻസ് നമ്മൾ അധികവും വാർഫെയറിലൊക്കെ ആയിരുന്നു ഉപയോഗിക്കുന്നത്, അതായത് ടാബുൻ, സാരിൻ, സോം എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ഇൻസെക്ടിസൈഡ് ആണെങ്കിൽ ഡൈ ഈതൈൽ കോമ്പൗണ്ടുണ്ട്, ഡൈ മീതൈൽ കോമ്പൗണ്ടുണ്ട്. ഈ ഡൈ ഈതൈൽ കോമ്പൗണ്ടിൽ വരുന്നതാണ് പാരാതയോൺ എന്ന് പറയുന്ന സാധനങ്ങൾ. ഡൈ മീതൈൽ കോമ്പൗണ്ടിൽ വരുന്നതാണ് മെലാതയോൺ, ഫെൻതയോൺ എന്ന് പറഞ്ഞ കോമ്പണൻസ്.